പ്രാണനിൽ ഭാഗം 6. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ പാറു കേൾക്കുന്നത് അവളുടെ കല്യാണക്കാര്യമായിരുന്നു. രാവിലെ തന്നെ സുധാകരൻ മാധവനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് അയാൾ. എന്താ അച്ഛേ ഇത്ര പെട്ടെന്ന്? മീനൂട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഉള്ളിലെ സന്തോഷം അടക്കി നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. അവർക്ക് പെട്ടെന്ന് തന്നെ നടത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതം മൂളിയതാ മോളെ. എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ ഒരുക്കണ്ടേ? ഇനി ആകെ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവളുടെ കല്യാണത്തെപ്പറ്റി ഓർക്കുന്തോറും എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ വിളിക്കണം എന്നോർത്ത് അയാൾക്ക് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അച്ഛ, ടെൻഷനൊന്നും ആവണ്ട. അത്യാവശ്യം ബന്ധുക്കളെ മാത്രം വിളിച്ചു ചെറിയ രീതിയിലുള്ള കല്യാണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പതിഞ്ഞ സ്വരത്തിലുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്രയും നേരം ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ നിന്നിരുന്ന ശോഭയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. എന്നാ പിന്നെ അവൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നടത്തുന്നതല്ലേ നല്ലത്. സൗമ്യതയോടെയുള്ള അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ മാധവനും പാറുവും അത്ഭുതത്തോടെ അവരെ നോക്കി. കാരണം ആദ്യമായിട്ടായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് കുഴപ്പവും ദേഷ്യവും ഒന്നുമില്ലാതെ ഒരു നല്ല വാക്ക് കേൾക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് താനെന്ന ബാധ്യത ഒഴിഞ്ഞു പോകണമെന്നുള്ളത് കൊണ്ടാണ് എന്ന് പാറുവിന് മനസ്സിലായെങ്കിലും അവൾ മൗനം പാലിച്ചു നിന്നു. അതിൻ്റെ കാരണം അച്ഛയുടെ മുഖത്തെ സന്തോഷം മാത്രമായിരുന്നു. എങ്കിൽ മോളുടെ ഇഷ്ടം പോലെ നടത്താം ശോഭേ. ഞാൻ സദ്യക്കും മറ്റുമുള്ള ആളെ വിളിക്കട്ടെ. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ മോൻ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു, പാറുവിനെ കൂട്ടാൻ. കല്യാണത്തിൻ്റെ പുടവ എടുക്കേണ്ടതല്ലേ? മാധവൻ അത് പറഞ്ഞപ്പോൾ പാറുവിൻ്റെ മുഖം തിളങ്ങി. ആഹാ, അതേതായാലും നന്നായി. പോയിട്ട് എന്തൊക്കെയാ വേണ്ടത് എന്ന് വെച്ചാൽ എല്ലാം വാങ്ങിച്ചോട്ടോ. ശോഭ പറഞ്ഞപ്പോൾ പാറു അവളെ നോക്കി ചെറുതായി ഒന്ന് തലയാട്ടി. പക്ഷെ മോളെ, മോൾ ഒറ്റയ്ക്ക് അവരുടെ കൂടെ പോകണ്ടേ? സൂര്യയെ വിടാമെന്ന് വെച്ചാൽ അവളെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പോക്ക് തന്നെ കുളമാക്കി തരും. മാധവൻ അത് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് പാറു ആഗ്രഹിച്ചിരുന്നു സൂര്യ വരാതെ നിന്നെങ്കിലെന്ന്. കാരണം മീനൂട്ടിയെപ്പറ്റി പറഞ്ഞ ആ സമയം മുതൽ പാറുവിന് സൂര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ മാധവേട്ടാ. അവളുണ്ടെങ്കിൽ എല്ലാം കുളമായി പോകും. അതുകൊണ്ട് ഈ കാര്യം അവളെ അറിയിക്കേണ്ട. ശോഭ അത് പറഞ്ഞപ്പോൾ പാറുവും മാധവനും അത് ശരിവെക്കും വിധം തലയാട്ടി. പിന്നെയും കല്യാണത്തെപ്പറ്റിയും ക്ഷണിക്കേണ്ടവരെയൊക്കെ പറ്റിയും അവർ 3 പേരും സംസാരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് സൂര്യ ഒരുങ്ങി ഇറങ്ങി താഴേക്ക് വന്നത്. ഒരു വൈറ്റ് കളർ ഷോർട്ട് ടോപ്പും ഇറുകിയ ജീനുമാണ് വേഷം. മുടി ഒട്ടാകെ മുകളിലേക്ക് കെട്ടിവെക്കുകയും മുഖം നിറയെ മേക്കപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള അവളുടെ രൂപം കണ്ടപ്പോൾ ശോഭയുടെ മുഖം പോലും ചുളുങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴും എത്ര മേക്കപ്പ് ഇട്ടിട്ട് കൂടിയും അവളുടെ കവിളിലുള്ള പാറുവിൻ്റെ വിരൽപ്പാടുകൾ ചെറുതായി തെളിഞ്ഞു കാണാമായിരുന്നു. എന്തു കോലാ സൂര്യ നിൻ്റേത്? നീ ഇതെവിടെ പോകുന്നതാ? അവൾക്കരികിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ശോഭ ചോദിച്ചു. അതമ്മ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് പോകുന്നതാ. എന്താ, ഇവിടെ എന്നെക്കൊണ്ട് വല്ല ആവശ്യവുമുണ്ടോ? സൂര്യ ചോദിച്ചപ്പോൾ ശോഭയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഏയ്, എന്താവശ്യം? നീ എന്നാൽ പോകാൻ നോക്കൂ വേഗം. ആ, എന്നാ ഓക്കെ ബൈ. സൂര്യ അതും പറഞ്ഞ് വേറെ ആരെയും നോക്കാതെ ഇറങ്ങിപ്പോയി. എന്നാൽ അവളുടെ സ്കൂട്ടി ലക്ഷ്മി ഭവൻ കടന്നപ്പോൾ സൂര്യയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. എന്തായാലും ആ സമയത്ത് അവിടേക്ക് പോകാൻ തോന്നിയത് നന്നായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റി. മോളെ ശ്രീപാർവതി, നീ എവിടെ പോയാലും അവിടെ നിന്റെ കണ്ണിലെ കരടായി ഞാൻ ഉണ്ടാകും. അങ്ങനെ നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഉണ്ടാകും. അവിടെ വെച്ച് ആ വ്യാസ്ദേവിനെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ വരുതിയിലാക്കും. കണ്ടോ നീ? പകയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ സ്കൂട്ടി മുന്നോട്ടെടുത്തു. ഇതേ സമയം വ്യാസ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് റൂമിൽ റെഡിയാവുകയാണ് പാറു. കറുപ്പും വെളുപ്പും ഇടകലർന്ന ഒരു സാരിയായിരുന്നു വേഷം. നീണ്ടു വിടർന്ന കണ്ണുകളിൽ കട്ടിയായി കൺമഷി കൊണ്ട് വരഞ്ഞ് നെറുകയിൽ കറുപ്പ് കളറിൽ ഒരു കുഞ്ഞു പൊട്ടും. ഇടുപ്പോളം വളർന്നു വന്ന മുടികൾ കെട്ടിവെക്കാതെ അങ്ങനെ തന്നെ കുളിപ്പിന്നൽ പോലെ അയച്ചിട്ടു. ഒടുക്കം കയ്യിൽ ഒരു വാച്ചും മറുകൈയിൽ വളയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ഒരുക്കം കഴിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുന്ന മാധവൻ്റെ അരികിൽ നടക്കുമ്പോഴായിരുന്നു ഗേറ്റ് കടന്ന് വ്യാസിൻ്റെ കാർ കടന്നു വന്നത്. അത് കണ്ടപ്പോൾ തന്നെ അവൾ ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മീനൂട്ടി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ അരികിലേക്ക് ഓടിയിരുന്നു. കടും മഞ്ഞ കളറിലുള്ള ഒരു ഫ്രോക്കായിരുന്നു പുള്ളിക്കാരിയുടെ വേഷം. തലയിൽ ബട്ടർഫ്ലൈയുടെ ഒരു ക്ലിപ്പും ഉണ്ട്. അമ്മേ, മിസ് യു അമ്മേ. പാറു എടുത്തപ്പോൾ തന്നെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മീനൂട്ടി പറഞ്ഞു. മിസ് യു ടു മീനൂട്ടി. പാറുവും മോളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, അത്ത പറഞ്ഞല്ലോ അമ്മയ്ക്കും മോൾക്കും അത്തേക്കും ഡഷ് എടുക്കാൻ പോവാന്ന്. ആനോ? കണ്ണും വിടർത്തിക്കൊണ്ട് മീനു ചോദിച്ചു. ആടാ കണ്ണാ, ഇന്ന് അമ്മയും മോളും അച്ഛയും കൂടി ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കുവല്ലോ. മീനൂട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മാധവനോട് സംസാരമൊക്കെ കഴിഞ്ഞു തന്നെ നോക്കി കുസൃതിച്ചിരിയോടെ ഇരിക്കുന്ന വ്യാസിനെ അവൻ കാണുന്നത്.
അവനെ കണ്ടപ്പോൾ ഇന്നലെ വിളിച്ച് ഓരോന്നും പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ അവളുടെ മുഖം വീർത്തു വന്നു. അവനെ നോക്കി ദയിപ്പിച്ചു കൊണ്ടവൾ മീനൂട്ടിയെയും കൊണ്ട് മാധവനോട് യാത്ര പറഞ്ഞ് കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അപ്പോഴേക്കും വ്യാസും മാധവനോട് യാത്ര പറഞ്ഞ് കാർ മുന്നോട്ടെടുത്തിരുന്നു. അല്ല മീനൂട്ടി, നിന്റെ അമ്മയുടെ മുഖമെന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നത്? ഒന്നും മിണ്ടാതെ നോക്കുമ്പോഴൊക്കെ മുഖം വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പാറുവിനെ നോക്കി അതേ കുസൃതിച്ചിരിയോടെ വ്യാസ് ചോദിച്ചു. അത്ത എന്താ അങ്ങനെ പറഞ്ഞത് അമ്മേ? വ്യാസിൻ്റെ ചോദ്യം കേട്ടപ്പോൾ മീനു പാറുവിനെ നോക്കി ചോദിച്ചു. അത് കേട്ടപ്പോൾ അവനെ നോക്കി മുഖം കോട്ടിക്കൊണ്ടവൾ മീനൂട്ടിയെ ചേർത്ത് പിടിച്ചു. നിന്റെ അത്തേക്ക് ഭ്രാന്താണ്. അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെറുതെ അടികൂടാൻ വേണ്ടി പറയുവാണ്. കുറവോടെ വ്യാസിനെ ഇടംകണ്ണാലെ നോക്കിക്കൊണ്ട് പാറു പറഞ്ഞു. ഓഹോ, ഇപ്പോൾ അങ്ങനെയായോ? എന്നാ ശരി, വ്യാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല. അങ്ങനെ അധികം വൈകാതെ തന്നെ അവർ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ എത്തിച്ചേർന്നു. അവിടെ നിർത്തിയപ്പോൾ തന്നെ പാറു മീനൂട്ടിയെ എടുത്തുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഷോപ്പിന് മുന്നിൽ ചെന്ന് നിന്നു. അപ്പോഴേക്കും കാർ പാർക്ക് ചെയ്ത് വ്യാസും അവർക്കരികിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി ഷോപ്പിലേക്ക് നടക്കാനൊരുങ്ങി. ഏയ് പാറു! പെടുന്നനെ ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ പാറു കാണുന്നത് ഒരു പുച്ഛച്ചിരിയോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർക്കരികിൽ നടന്നു വരുന്ന സൂര്യയെയാണ്. അവളെ കണ്ട ആ നിമിഷം പാറുവിനും വ്യാസിനും ഒരുപോലെ ദേഷ്യം വന്നു. ഒരു വേള പാറുവിൻ്റെ കൈകൾ മീനൂട്ടിയെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തുകൊണ്ടോ സൂര്യയെ കാണുന്തോറും പാറുവിൽ ദേഷ്യവും ഭയവും വന്ന് നിറയുന്നുണ്ടായിരുന്നു. വ്യാസിൻ്റെ കാര്യമാണെങ്കിൽ ഇന്നലെ അവളുടെ മെസ്സേജൊക്കെ കണ്ടപ്പോൾ മുതൽ അവൻ കലിപ്പില്ലായിരുന്നു. ഇപ്പോൾ മുന്നിലും കൂടി കണ്ടപ്പോൾ സൂര്യയുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാൻ അവൻ്റെ കൈ തരിക്കുന്നുണ്ടായിരുന്നു. നീ എന്താ പാറു ആകെ ഞെട്ടി നിൽക്കുന്നത്? ഞാൻ ഇതുവഴി പോയപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ ഒന്ന് കൂടെ വരാമെന്ന് കരുതി. സൂര്യ വളരെ സൗമ്യതയോടെ പറയുന്ന കേട്ടപ്പോൾ തന്നെ പാറുവിനെ അവൾ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മനസ്സിലായി. പക്ഷേ വ്യാസിൻ്റെ മുന്നിൽ വെച്ച് സൂര്യയെ എങ്ങനെ ഒഴിവാക്കും എന്നോർത്ത് പാറു ആകെ സങ്കടത്തിലായിരുന്നു. ഹായ് വ്യാസ്! വ്യാസിന് നേരെ കൈനീട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞപ്പോൾ അവൻ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. ഹായ്! ഒട്ടും ഗൗരവം കുറയാതെ അവൻ കൈ കൊടുക്കാതെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് നാണം കെട്ടുവെങ്കിലും പിന്മാറാൻ ഒരുക്കമില്ലാതെ ചിരിച്ചു കൊടുത്തു. ഇതേസമയം അവളെ എന്ത് പറഞ്ഞ് ഒഴിവാക്കുമെന്ന സെയിം ചിന്തയിലായിരുന്നു വ്യാസും പാറുവും.